ഗതാഗതം ഓച്ചന്തുരത്ത് ഓന്തുണ്ണി. ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ? ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ നാടകത്തിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന 4 നടന്മാർ വന്നിട്ടില്ല. അതെന്തിനാണ് അടിച്ചത്? പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത, ജീവിതത്തിൽ നാടകം കണ്ടിട്ടേ ഇല്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള 4 ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ സംവിധാനം അതായത് ഈ ഞാൻ അടി. നാടകം ആരംഭിക്കുന്നു. മുതലാളി മുതലാളി രംഗത്ത് മുതലാളി നീ എന്നെ ചുമന്നോട് തല്ലു വിടാണ് ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോ. ഇങ്ങോട്ട് മൈക്കിലേക്ക് വരെ നാടകം പൊളിക്കല്ലേ. ഇവനൊക്കെ നാടകവും പൊളിക്കും. ഡയലോഗ് ഓർമ്മയിട്ടില്ല, ഒന്നും തെറ്റിക്കരുതാ. നേരെ നിൽക്ക്. ചിരിക്കുന്നു. അയ്യോ, പഴം പൊഴിഞ്ഞ ചിരിയിരിക്കാനല്ല പറഞ്ഞത്, അട്ടഹസിക്കുന്നു. എന്താ? അട്ടഹസിക്കാൻ എങ്ങനെയത്? അടിപൊളി അടിപൊളി. അതിവിടെ പറഞ്ഞാണ്. ഉലാത്താൻ എങ്ങനെയത്? എടാ നടക്കാൻ അത് പോലെ പോലെ കുലാത്തുന്നു കുലാത്തുന്നു. എന്റെ ഈ പുള്ളിയുടെ പോരണം. എടാ ഫോട്ടോ എടുക്കണല്ല, സ്റ്റിൽ അനങ്ങാതെ നിൽക്കാൻ. അനങ്ങാതെ നിൽക്ക്. മകള് വരുന്നു, മകള്. ഞാനാ? എല്ലാം നീയാണ്. മകളാ പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാവനിങ്ങനെ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. 3 വട്ടം രക്ഷിക്കണം മുതലാളി. 3 പ്രാവശ്യം പറയേ. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. രക്ഷിക്കണം മുതലാളി, രക്ഷിക്കണം. മുതലാളിയുടെ മുഖത്ത് പുച്ഛം. മുതലാളിയുടെ മുഖത്ത് എന്നാണ് പുച്ഛം? എങ്ങനെയത്? 3 കൊല്ലം മുമ്പ് തോൽക്കുന്നില്ല. 3 വർഷമായി ഞാൻ ഇവിടുന്ന് ജോലി നോക്കുന്നു. ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ വളരുന്ന രാജുമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു. എടാ ഒന്ന് ആവേശത്തിൽ പറയണം. ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ്. മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത്. അക്ഷരം മാറ്റാൻ പറ്റുമോ? അങ്ങനെ എഴുതി വെച്ചാൽ മാറ്റണം. മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. നിനക്കൊരു ഫാഷനല്ലേടി, നിനക്കൊരു ഫാഷനല്ലേടി. നിലാവുള്ള രാത്രിയിൽ മാവിൻ ചുവട്ടിൽ നിന്നെയും നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ കൊണ്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയാണെന്നെ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ്. എല്ലാവരും നോക്കണ്ടോ? ഇതിലെ ചേച്ചിയൊക്കെ നോക്കണം. അച്ഛൻ വരുന്നു. ഞാനാണ്. എല്ലാം നീയാണ്. അച്ഛൻ ഇങ്ങനെ വാഴങ്ങൾ. എന്റെ ഷർട്ട് ഇട്ടുണ്ട്. മുതലാളി വേണ്ടി കേൾക്കുന്നു. മീൻകാരെയൊക്കെയാണല്ലോ കണ്ടിട്ടേക്കണേ. ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ആരാണ്? ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ. ഗോപി. ഓ ഗോപി. ഓ ഗോപി അല്ല, പി കെ ഗോപി. വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട, നിന്നോട് ഞാൻ പകരം ചോദിക്കും. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഒരാൾ പറയടാ. എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളാം. എന്റെ മോളെ ദുഷ്ട, നിന്ന് അത്തളപൊത്ത് പുട്ട അട്ടഹസിക്കുന്നോടാ ദുഷ്ട. നിന്ന് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട. ചാടി വീഴുന്നു. ചാടി വീഴുന്നു. ചാടി വീഴണം. ചാടുന്നു വീഴുന്നു. ചാടി വീഴ
അവിടെ ഞാൻ കൊണ്ടുതരാം. അവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുതരാം. ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം. ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന്. ആ ആരും കണ്ടിട്ടില്ല. വെടിവെക്കുന്നു. മരിച്ചു വീഴുന്നു. നീ മരിച്ചു വീഴാം. ഞാൻ മരിച്ചു വീഴാം. ആ ചിരിക്കുന്നു. മകൻ വരുന്നു. മകൻ മുഖം പാടാ. മകൻ ഡയലോഗ്. മുതലാളി 3 വർഷം ഇവിടെ ജോലിക്ക് നിന്നിരുന്ന എന്റെ പൊന്നുപെങ്ങളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന നിന്റെ വെടിയുണ്ടേറ്റ് ഇവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛൻ ഇത് എവിടെ പോയത്? ഇവിടെ ഇവിടെ ഉണ്ടാ. അവിടെ ഭയങ്കര ഉറുമ്പാണ്. ഞാൻ ഇങ്ങോട്ട് മാറി. ഇവിടെയെങ്കിലും ഒന്ന് കിടക്കും. ഡയലോഗ് ഞാൻ മാറ്റി പറഞ്ഞോളാം. ഉറുമ്പ് കടിയേറ്റ് സഹിക്കും വയ്യാതെ ഇവിടെ നിന്ന് മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന് ദുഷ്ട, നീ നശിച്ചു പോകും. പെങ്ങളെ സൗവർണികേ, പെങ്ങളെ സൗവർണികേ, വേണ്ട പെങ്ങളെ സൗവർണികേ. നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ നീ ഒരു ഗർഭിണിയായി കാണുക, കുടുംബിനിയായി കാണുക. പറയൂ മോളെ, ഇതെങ്ങനെ സംഭവിച്ചു? ഡയലോഗ്. ഒരു തണുത്തു മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ടത്. അരുതേന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനലിൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റെയ്തത് ഈ മുതലാളിയല്ല, എന്റെ പൊന്നു പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോടൊന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. എനിക്കൊരു സംശയം. സത്യത്തിൽ